ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരങ്ങളുടെ റിസൾട്ടുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. കുറേ ടീമുള്ളത് കൊണ്ട് തന്നെ ഗോൾ സ്കോർ ചെയ്ത ആൾക്കാരുടെ പേരുകൾ നമ്മൾ പറയുന്നില്ല. ഒരുപാട് ടീമുകൾ ഉള്ളതുകൊണ്ട് തന്നെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് നമുക്കിപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും സമനിലക്കുരുക്ക്. ബേൺലിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സമനിലയിൽ തളച്ചത്. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം യുണൈറ്റഡിൻ്റെ കൈകളിലായിരുന്നു. മത്സരത്തിലുടനീളം 24 ഷോട്ടുകളാണ് യുണൈറ്റഡ് ഉതിർത്തത്. അതിൽ 8 മാത്രം അവർക്ക് ഷോട്ട് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചുള്ളൂ. അതവർക്ക് തിരിച്ചടിയായി. മറുഭാഗത്ത് ബേൺലിയുടെ വക 5 ഷോട്ടുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മത്സരം തീരുമ്പോൾ ഇരു ടീമുകളും 2-2 സമനിലയിൽ പിരിഞ്ഞു. ആർസണൽ ലിവർപൂൾ വമ്പൻ പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. ആർസണൽ 8 ഷോട്ടുകൾ അടിച്ചപ്പോൾ ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് 7 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ലിവർപൂൾ ഒറ്റ ഷോട്ട് പോലും ഷോട്ട് ഓൺ ടാർഗറ്റിൽ അവർക്ക് എത്തിക്കാൻ സാധിച്ചില്ല. എന്നാൽ ആർസണലിന് 4 എത്തിക്കാൻ സാധിച്ചു. പക്ഷേ ഇതൊന്നും ഇവർ ഗോളിലേക്ക് എത്തിച്ചില്ല. മത്സരം അവസാനിക്കുമ്പോൾ ഗോൾ രഹിത സമനിലയിൽ കളി അവസാനിച്ചു. മറ്റൊരു മത്സരത്തിൽ സിറ്റിക്കും സമനിലക്കുരുക്ക്. ബ്രൈറ്റൺ 1-1 സമനിലയിൽ സിറ്റിയെ തളച്ചു. 20 ഷോട്ടുകളാണ് സിറ്റി കളിയിൽ ഉടനീളം ഉതിർത്തത്. അതിൽ 4 മാത്രം അവർക്ക് ഷോട്ട് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ ബ്രൈറ്റൺ 7 ഷോട്ടുകൾ അടിച്ചപ്പോൾ അതിൽ 3 അവർക്ക് ഷോട്ട് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചു. മറ്റൊരു വമ്പന്മാരായ ന്യൂകാസിൽ യുണൈറ്റഡിന് വിജയം. ഗോൾ മഴ കണ്ട മത്സരത്തിൽ 3-4 ഗോളുകൾക്കാണ് ന്യൂകാസിൽ ലീഡ്സ് യുണൈറ്റഡിനെ തകർത്തത്. കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ കൈകളിലായിരുന്നു. 17 ഷോട്ടുകളാണ് ന്യൂകാസിൽ ഉതിർത്തത്. അതിൽ 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. മറുഭാഗത്ത് ലീഡ്സ് യുണൈറ്റഡ് 11 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ അതിൽ 6 ഷോട്ട് ഓൺ ടാർഗറ്റ് എത്തിക്കാൻ അവർക്കും സാധിച്ചു. മറ്റൊരു വമ്പന്മാരായ ചെൽസിക്ക് തോൽവി. ഫുൾഹാം 1-2 ഗോളുകൾക്ക് ചെൽസിയെ തോൽപ്പിച്ചു. ചെൽസി 13 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് 15 ഷോട്ടുകൾ ഉതിർത്തു. ചെൽസിക്ക് മേൽ മികച്ച പ്രകടനമാണ് ഫുൾഹാം താരങ്ങൾ നടത്തിയത്. മത്സരം അവസാനിക്കുമ്പോൾ 1-2 ഗോളുകൾക്ക് ചെൽസിയെ തകർത്ത് ഫുൾഹാം വിജയിച്ചു. മറ്റൊരു മത്സരത്തിൽ ടോട്ടനത്തിന് തോൽവി. ബേൺമൗത്ത് 2-3 ഗോളുകൾക്ക് ടോട്ടനത്തെ തകർത്ത് വിജയിച്ചു കയറി. കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം ടോട്ടനത്തിൻ്റെ കൈകളിലായിരുന്നു. ടോട്ടനം 16 ഷോട്ടുകളാണ് ഉതിർത്തത്. അതിൽ 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. എന്നാൽ ബേൺമൗത്ത് 10 ഷോട്ടുകളാണ് ഉതിർത്തത്. അതിൽ 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ആ 3 ഷോട്ടുകളും അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചു. മറ്റു മത്സരങ്ങളുടെ റിസൾട്ടുകൾ നമ്മൾ വേഗത്തിൽ നോക്കി പോവുകയാണ്. എവർട്ടൺ വോൾസ് മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മറ്റൊരു വമ്പന്മാരായ ആസ്റ്റൺ വില്ലയ്ക്കും സമനിലക്കുരുക്ക്. ക്രിസ്റ്റൽ പാലസ് ഗോൾ രഹിത സമനിലയിൽ ആസ്റ്റൺ വില്ലയെ തളച്ചു. വെസ്റ്റ് ഹാമിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും വിജയിച്ചു കയറി.